അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പിന്നെ ഒരാളെ ജീവിതത്തിൻ്റെ വിജയം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്താണ് പറയാനുള്ളത്? ഇവിടെ സമ്പാദ്യം ഉണ്ടാക്കലാണോ? ശരിക്കും ചിന്തിക്കണം കേട്ടോ. സമ്പാദ്യം ഉണ്ടാക്കൽ, അല്ലെങ്കിൽ മക്കളുണ്ടാക്കൽ, അല്ലെങ്കിൽ ഇവിടെ പ്രസക്തി ഉണ്ടാവൽ, ഇതിലെന്താണ് ഒരാൾ വിജയം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കേൾക്കുന്ന നിങ്ങൾക്കും പറയുന്ന എനിക്കും ഉത്തരം എന്താണുള്ളത്? നല്ല ചോദ്യമാണ്. എന്താണ് അപ്പോൾ ഇതിനർത്ഥം ഇതൊന്നും വേണ്ടല്ല കേട്ടോ. സമ്പാദ്യം ഉണ്ടായിക്കോട്ട്, മക്കളുണ്ടായിക്കോട്ട്, ഇതൊക്കെ ഉണ്ടായിക്കോട്ടെ, കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഇതിലല്ല വിജയം. അന്തിമ വിജയം മുത്തക്കിങ്ങൾക്കനാണ്. ആരാണ് മുത്തക്കിങ്ങളാരി? എന്താണ് അന്തിമ വിജയം? എന്താണ് ചിന്തിച്ചിട്ടുണ്ടോ? ആരാണ് മുത്തക്കിങ്ങൾ? ആരാണ് ചിന്തിച്ചിട്ടുണ്ടോ? ചിന്തിക്കണം. അന്തിമ വിജയം ആർക്കാണ്? മരണത്തിൻ്റെ സമയത്ത് അള്ളാഹുവിനെയും അള്ളാഹിൻ്റെ റസൂലിനെയും തൃപ്തിപ്പെട്ടുകൊണ്ട് ആ സന്തോഷത്തോടു കൂടി ആർക്കാണ് പിരിഞ്ഞു പോകാൻ പറ്റുക? ആ കലിമുച്ചരിച്ചുകൊണ്ട് അള്ളാഹിൻ്റെ റസൂലിനെ കണ്ടുകൊണ്ട് ആർക്കാണ് മരിക്കാൻ പറ്റുക? അവർക്കാണ് വിജയം. അങ്ങനെ മരിക്കണമെങ്കിൽ ജീവിച്ചിരിക്കുമ്പോൾ ആ മുത്തക്കി ആണ്ടേ. അപ്പോൾ എങ്ങനെയാണ് മുത്തക്കിയാവുക? ആരാണ് മുത്തക്കി? അപ്പം അള്ളാഹ്ക്ക് ഇഷ്ടപ്പെടുന്ന ഏത് കൂട്ടരെയാണ്? അള്ളാഹിനെ സൂക്ഷിക്കുന്ന കൂട്ടരെയാണ് അള്ളാഹ്ക്ക് ഇഷ്ടപ്പെടുക. ഓൻ്റെ നടത്തത്തിലും ഓൻ്റെ ഇരുത്തത്തിലും ഓന് എവിടെയൊക്കെ പ്രവർത്തിക്കുന്നുണ്ടോ, ഓന് എവിടെയൊക്കെ ബന്ധപ്പെടുന്നുണ്ടോ, ഓൻ്റെ കച്ചവടമായിക്കോട്ടെ, ഓൻ്റെ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള ഭാര്യയുമായിട്ടുള്ള ബന്ധമായിക്കോട്ടെ, മാതാപിതാക്കളുമായിട്ടുള്ള ബന്ധമായിക്കോട്ടെ, സൗഹൃദങ്ങളിലുള്ള ബന്ധമായിക്കോട്ടെ, ജ്യേഷ്ഠാനുജന്മാരുമായിട്ടുള്ള ബന്ധമായിക്കോട്ടെ, എല്ലായിടത്തും ഒരു തക്കുവ, സൂക്ഷ്മത ഉണ്ടാവും. അള്ളാഹനെ സൂക്ഷിക്കലാണ് സൂക്ഷ്മത. അപ്പോൾ അള്ളാഹനെ സൂക്ഷിക്കുന്നതിലൂടെയാണ് മനുഷ്യരെ സൂക്ഷിക്കുക. അപ്പോൾ ഇത് രണ്ടും ഉള്ളവർക്കേ എന്തുണ്ടാവുള്ളൂ? തക്കുവ ഉണ്ടാവുള്ളൂ. ഒരു കൂട്ടരുണ്ട് മനുഷ്യരെ സൂക്ഷിക്കും, അള്ളാഹനെ സൂക്ഷിക്കില്ല. അതെങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മനുഷ്യരെ മുമ്പിൽ നമ്മൾക്ക് എന്തെങ്കിലും പേര് ദോഷം വന്നെങ്കിലാനുള്ളൊരു പേടി ഉണ്ടാവുമല്ലോ. എന്നെ അവരെന്തെങ്കിലും